ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനാ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും വളരെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നൂറായിരം സ്നേഹാശംസകൾ. സമൂഹം, വ്യക്തിജീവിതം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഇന്നലെ, എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഇന്ന്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ നാളെ, എൻ്റെ ഇന്നലെകൾ, എൻ്റെ ഇന്ന്, എൻ്റെ നാളെ, ഇതാണ് നമ്മുടെ മനുഷ്യ ജീവിതം. ഇത് അറിഞ്ഞ് ലോകത്തിലെ ഏക പരമ ആചാര്യനാണ് സാക്ഷാൽ പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ. അത് വിശദീകരിച്ച് തരുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് വ്യാസഭഗവാൻ. വ്യാസോച്ഛിഷ്ടം ജഗത്സർവം. ജഗത്തിലെ സർവവും വേദവ്യാസനിൽ നിന്നും വന്നതേ ഉള്ളൂ. വേദവ്യാസനിൽ നിന്നും വന്നതാണ് പ്രപഞ്ചം മുഴുവൻ. കാരണം സാക്ഷാൽ വ്യാസായ വിഷ്ണു രൂപായ വ്യാസൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെയാണ്. അപ്പോൾ വിഷ്ണു ആരാണ്? വ്യാപ്നോ ദിവ്യേ വേഷ്ടി ഇതി വിഷ്ണു. പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയും നിറയുകയും അതിൽ അന്തര്യാമിയായി നിലകൊള്ളുകയും ചെയ്യുകയാണ്. അപ്പോൾ വ്യാസഭഗവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യാപ്തി വികസിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നലകളെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നു. ഇത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടു. നമ്മളൊക്കെ പശ്യന്തി മാംസചക്ഷുഷ, മാംസമാകുന്ന എക്യുപ്മെൻ്റാകുന്ന കണ്ണുകൊണ്ടാണ് പരസ്പരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എങ്കിൽ പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണന് പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണുകൊണ്ട് 5155 വർഷം മുന്നേ ഭഗവാൻ കാണുകയാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം. അതിന് എന്താണ് 100% വിഷാദാത്മകമായ ഒരു ജീവിതമാണ് ആധുനിക മനുഷ്യൻ. അത് 2028 25 വയസ്സിന് താഴത്തുള്ള 98% കുട്ടികൾക്കും ഡിപ്രഷൻ എന്ന രോഗത്തിന് അവർ അടിമയാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദയോഗം. അപ്പോൾ അർജുന വിഷാദരോഗത്തെ ഡിപ്രഷനെ യുജ്യതേ ഇത് യോഗ ഭഗവാനുമായി യോജിപ്പിച്ചുകൊണ്ട് ആ അനന്തമായ ബോധ ചൈതന്യവുമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അനന്തമായ ബോധ ചൈതന്യവുമായി യോജിപ്പിച്ചുകൊണ്ട് ഈ ബുദ്ധിയെ, ഈ ബോധത്തെ, ഈ ചിന്തകളെ, അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട്, ഈ ചിന്തകളെ, ഈ മനസ്സിനെ അവയുമായി, ഭഗവാനുമായി, അനന്തതയുമായി, പൂർണ്ണതയുമായി ലയിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാനന്ദ സംപ്ലുത സന്തോഷത്തിൻ്റെ സന്തോഷസാഗരമാണ് കുടുംബജീവിതം. അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷസാഗരമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തെ പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യണം. ശ്രീശങ്കര ഭഗവത്പാദർ നമ്മെ പഠിപ്പിക്കുന്നു, വേദോ നിത്യമധീയതം തതുദിന കർമ്മസ്യനുഷ്ഠീയതാം. വേദങ്ങൾ പഠിക്കണം. വേദോ അത് നിത്യവും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ സർവവേദസാര സംഗ്രഹ സംഭൂതമായ ഈ ഭഗവത്ഗീത അത് ഒരു ശ്ലോകമല്ല, ഒരധ്യായമല്ല, ഓരോ സെൻറ്റൻസും കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞ ഓരോ സെൻറ്റൻസും വളരെയധികം വിശാലമാക്കുന്നതാണ്, വളരെ സമ്പുഷ്ടമാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ. ഓരോ വാക്കും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിലൂടെ ഓരോ വിത്തുകളായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കും. അതിന് കൃഷ്ണന്
ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഈ ഈ ഈ ഈ ഈ ഈ ഈ ഡിപ്രഷൻ വരുമ്പോൾ, ഈ വിഷാദം വരുമ്പോൾ നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഇന്നലെ വരെയുള്ള സബ്ജക്റ്റുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കണം. അത് വിട്ടേര് അപ്പോൾ വിടണം. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്നേക്ക് വച്ച് അവ പല്ലുകുത്തി നാറ്റിക്കരുത് എന്ന് പറയും. പിന്നെ ഇന്നത്തെ ജീവിതം നാം ആരുമായും കമ്പയർ ചെയ്യരുത്. കൃഷ്ണന് ഭഗവത്ഗീതയിലൂടെ സാധാരണ ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യനോട് ജീവിതത്തെ സ്നേഹപൂർവം അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൃഷ്ണന് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ജീവിതം ഡോണ്ട് കമ്പയർ അതേഴ്സ്. നമ്മുടെ ജീവിതം ഒന്നുമായും നാം മറ്റുള്ളവരോട് കമ്പയർ ചെയ്യരുത്. ഒന്നുമായിട്ടും നമ്മുടെ കമ്പയർ ചെയ്യരുത്. അതിന് ഏറ്റവും ഉദാത്തമായി ജീവിതം, കുടുംബ ദാമ്പത്യ രഹസ്യം എന്താണ്? ഭാര്യയും ഭർത്താവും തൻ്റെ ഭാര്യയെ വേറെ ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യരുത്. തൻ്റെ ഭർത്താവിനെ ലോകത്തൊരു വ്യക്തിയുമായി കമ്പയർ ചെയ്യരുത്. തൻ്റെ ഭാര്യയെ ലോകത്താരുമായും കമ്പയർ ചെയ്യരുത്. തൻ്റെ ഭർത്താവിനെ ലോകത്താരുമായും കമ്പയർ ചെയ്യരുത്. കാരണം ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. എൻ്റെ ഇലക്ഷൻ നടത്തിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയുടെ ആധാർ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. പുള്ളിക്കാരി എന്നെ ചേട്ടനെ ഒന്ന് കാണിച്ചേ പറഞ്ഞു. എൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ സമയത്തേക്ക് ശിലായുഗ മനുഷ്യൻ്റെ ഫോട്ടോ പോലെയുണ്ട്. രണ്ടുപേരും അപ്പന രണ്ടുപേർക്കും സന്തോഷമായി. പുള്ളിക്കാരിയുടെ ഫോട്ടോ മോശമായതിൽ എനിക്ക് സന്തോഷമായി, എൻ്റെ ഫോട്ടോ മോശമായതിൽ പുള്ളിക്കാരിക്ക് സന്തോഷമായി. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത് എന്താണെന്ന്. നമ്മുടെ ഫോട്ടോ അല്ല ആധാർ കാർഡിനകത്തുള്ളത്, മറിച്ച് നമ്മുടെ റെട്ടിനയാണ്. കാരണം ഓരോ മനുഷ്യൻ്റെയും റെട്ടിന 100% വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മൾ തമ്പ് ഇംപ്രഷൻ ചെയ്യും ഇല്ലേ? ഒപ്പിടാൻ പറ്റാത്ത ആൾക്കാർ തമ്പ് ഇംപ്രഷൻ ഇല്ലേ? ഓരോ വ്യക്തിയുടെയും തമ്പ് ഇംപ്രഷൻ വ്യത്യസ്തമാണ്. ഈ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് ധർമ്മശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ ഭാര്യയെ ഞാൻ ആരോടും കമ്പയർ ചെയ്യില്ല. എൻ്റെ ഭാര്യ എന്നെ ആരോടും കമ്പയർ ചെയ്യില്ല. എൻ്റെ മകളെ ഞാൻ മറ്റൊരാളോട് കമ്പയർ ചെയ്യില്ല. എൻ്റെ മകനെ ഞാൻ മറ്റൊരാളോടും കമ്പയർ ചെയ്യില്ല. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു അച്ഛൻ്റെയും വ്യത്യസ്തമായ ഒരു അമ്മയുടെയും മകളാണ് എൻ്റെ ഭാര്യ. വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൽ ജനിച്ചതാണ്. വ്യത്യസ്തമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ജനിച്ചതാണ്. വ്യത്യസ്തമായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് എന്നിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഭാര്യ എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ ഞാൻ ബഹുമാനിക്കുകയായി. ഇതുപോലെ എൻ്റെ ഭാര്യ എന്നെ ഉൾക്കൊള്ളുകയായി. എൻ്റെ ഭാര്യയെ എനിക്ക് ഉൾക്കൊള്ളാനും എൻ്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാകും കുടുംബം. ഇതാണ് പരമേശ്വരനും പാർവതിക്കും ലോകത്തിനോട് പറയാനുള്ള വാക്കൊത്ത പിവസംവൃത്തോ വാകർത്ത പ്രതിപത്തിയിൽ ജഗത പിതരഹ്വന്തേ പാർവതി പരമേശ്വര. ഓരോ വാക്കിൻ്റെ ഉള്ളിൽ അർത്ഥം പോലെയാണ് പാർവതിയും പരമേശ്വരനും. ഇതാണ് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്തവനെ കാമിക്കുന്നവൾ. ലക്ഷണമൊത്ത ആൾക്കാർ മഹാവിഷ്ണുവാണ്. ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കാറ്റഗറിയിലേക്ക് നന്മ നിറഞ്ഞ വ്യക്തികളാണ് നമ്മളെങ്കിൽ, കഠിനാധ്വാനികളാണ്, സ്മാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, വർക്ക് ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ധനം ഒഴുകി വരും. ഇത്രയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഹിന്ദുയിസത്തിൻ്റെ ലോകത്തിനോടുള്ള വിഷനും മിഷനും. അപ്പോൾ സ്വർഗരാജ്യത്തിരുന്ന് എന്തെങ്കിലും വലിച്ചെറിയുന്ന ഒരു ബെഗ്ഗേഴ്സ്, അത് വാങ്ങിക്കുന്ന ബെഗ്ഗേഴ്സുകളല്ല ഹിന്ദുക്കൾ, മറിച്ച് പ്രാക്ടിക്കൽ വിഷ്ഡമാണ്. അപ്പോൾ ഇവിടെ എല്ലാം വ്യത്യസ്തമാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയാണ് ഓരോ ഹിന്ദുവിൻ്റെയും മഹാസൗഭാഗ്യം.
മഹാസൗഭാഗ്യം. അതെന്താ? ഹിന്ദുവിൻ്റെ മോണോപ്പൊളിയാണെന്ന് പറയുന്നത്. മറ്റേ ആൾക്കാർക്ക് സെമിറ്റിക് മതങ്ങളിൽ അവർക്ക് അടിച്ചേൽപ്പിക്കുകയാണ്, അവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണ്. ഹിന്ദുവിന് വിശ്വാസമില്ല. ശംഭുവാധ്യായരുടെ മകനാണ് ഞാനെന്ന് എനിക്കൊരു വിശ്വാസമല്ല, മറിച്ചത് എൻ്റെ അനുഭവവും എൻ്റെ അമ്മയുടെ അനുഭവവും എൻ്റെ അച്ഛൻ്റെ അനുഭവവുമാണ്. ഹിന്ദുവിന് ഈശ്വരൻ അനുഭവമാണ്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനവും ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അവനവൻ്റെ അനുഭവമാണ്. അപ്പോൾ ഈ ഹിന്ദുവിൻ്റെ മഹാസൗഭാഗ്യം. ഇപ്പോൾ നമ്മൾ വീട് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ വീട് വെക്കുന്നു അല്ലേ? ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കുന്നു, ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കുന്നു. അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളും നോക്കി എനിക്ക് ലാസ്റ്റിൽ ഇഷ്ടപ്പെട്ടത് എറണാകുളം കോട്ടയം റൂട്ടിൽ വൈക്കത്തേക്ക് പോകുമ്പോൾ ഇത്തിപ്പുഴ പറഞ്ഞ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഇറങ്ങുന്ന ഇറക്കത്തിൽ റോഡ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ഓൺ ദി വേയിൽ തന്നെ നല്ലൊരു സ്പോട്ട് ഞാൻ കണ്ടുപിടിക്കുകയും അവിടെ ഞാനൊരു മഠം എടുക്കുകയും ഉണ്ടായി. അപ്പോൾ അതിനകത്ത് 2 ഡോറാണുള്ളത്. ഒന്നിലൊരു അയ്യപ്പനും മറ്റൊരു ഡോറിൽ ഒരു പുലിവാഹനായിട്ടുള്ള അയ്യപ്പനും. ഗേറ്റിൽ ഒരു 18-ാം പടി ഉണ്ടാവും, തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഹിന്ദു അഭീഹി ഇത് വേദാന്ത ദിണ്ടിമാഹ. നിർഭയത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യവുമാണ്. ബന്ധനങ്ങളില്ലാത്ത ജീവിതചര്യയുടെയാണ് ഹീനം ദുഷ്യതി ഇതി ഹിന്ദു. ദുഷ്ടദുരിത ചിന്താഗതികൾ പോലും ഇല്ലാതെ. അപ്പോൾ വീട് സ്വന്തം ഇഷ്ടപ്രകാരം. ഇന്ത്യയിൽ 145 കോടി ജനതയിൽ ഏകദേശം, ഞാൻ രാജീവ് ഗാന്ധിയുടെ ഫോളോവർ അല്ല, ഞാൻ മോഡിയുടെ ശരണമയ്യപ്പം, ഏതായാലും ശരി, ഇന്ത്യയിൽ 60 കോടി ജനതയിൽ എനിക്കിഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിവാഹത്തിൽ എനിക്കുണ്ട്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഷർട്ട്, ഇഷ്ടമുള്ള പാൻസ്, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലുള്ള കാറുകളിൽ ഏറ്റവും നല്ല കാർ ഏതാണ്, അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. അതാണ് എൻ്റെ മഹാസൗഭാഗ്യം. എനിക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ, എൻ്റെ മനസ്സിൻ്റെ ചിന്താഗതിക്ക് അനുയോജ്യമായ ഒരു സ്ത്രീയെ ഞാൻ തിരഞ്ഞെടുത്തതുപോലെ, എൻ്റെ ഭാര്യയായി സ്വീകരിച്ചതുപോലെ എനിക്ക് എൻ്റെ ദേവന്മാരെയും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതാണ് ഹിന്ദുയിസം. അപ്പം ചിന്തിക്കണം, ഒന്നിനെയും കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യുന്ന ആൾക്കാരെയാണ് ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത്. കമ്പയർ ചെയ്യുന്ന വ്യക്തികളെയാണ് ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ. എപ്പോഴും യുദ്ധം ചെയ്യാനുള്ള, കട്ടെടുക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും കൈക്കൂലി വാങ്ങിക്കാനും കെട്ടിപ്പൊക്കാനുമുള്ള ദുഷ്ടദുരിത ചിന്താഗതികളെയാണ് ഇവിടെ ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധാർത്തരാഷ്ട്രം ഇതാണ് ജീവിതത്തെ മറ്റുള്ള വ്യക്തിയുമായി കമ്പയർ ചെയ്യാനുള്ള മനസ്സിൻ്റെ ഒരു തലം വികലതയാണ് ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യാസഭഗവാൻ ഭഗവത്ഗീത തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, 1-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ധൃതരാഷ്ട്രോവാച. അർജുന വിഷാദ യോഗത്തിൽ തുടങ്ങുന്നത് എന്താണ്? ധൃതരാഷ്ട്രോവാച. അപ്പോൾ ഒന്നാമത്തെ നമ്പർ 1 ഫസ്റ്റ് 1-ാമത്തെ അധ്യായം നമ്പർ 1 1-ാമത്തെ അധ്യായത്തിൽ ഒന്നാമത് തന്നെ ഭഗവാൻ തുടങ്ങുന്നു ധൃതരാഷ്ട്രോവാച. നമ്മുടെയൊക്കെ മനസ്സിനെയാണ് ഇവിടെ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധി, ദുഷ്ടബുദ്ധി, ദുരിതബുദ്ധി, കുബുദ്ധി, അതാണ് ദുർബുദ്ധി. യുദ്ധേ പ്രിയ ചികീർഷവ. വ്യാസഭഗവാന്റെ വരികളാണ്, എൻ്റെ അല്ല. യുദ്ധം എന്താണ്? ധർമ്മവും അധർമ്മവും തമ്മിൽ മനസ്സിലെപ്പോഴും കൂലങ്കഷകമായ അരി തളച്ചു പോകുന്നത് പോലെ ഭഗവാന്റെ വാക്ക് പറയുകയാണെങ്കിൽ വിഗതജ്വര, പൊട്ടി ഒഴുകുന്ന വ്രണം പോലെ നമ്മുടെ
തിരമാലകൾ അടിച്ചു വന്നതുപോലെ, അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകുന്നത് പോലെയുള്ള മനസ്സിനെയാണ് ഇവിടെ ധൃതരാഷ്ട്രർ അവിടെ പറയുന്നത്. എന്താണ് ശ്രദ്ധിക്കണം? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇവിടെ എൻ്റെ ആൾക്കാരായ കൗരവരും അവരുടെ ആൾക്കാരായ പാണ്ഡുവിൻ്റെ ആൾക്കാരായ പാണ്ഡവരും ഇവിടെ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ മകനെ ഞാൻ അടുത്ത വീട്ടിലെ ഗോപാലൻ നായരുടെ മകനുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗോപി. എൻ്റെ മകൻ്റെ പേര് ശംഭുവാധ്യാർ എന്നാണ്. എൻ്റെ അനുജൻ്റെ മകൻ്റെ പേര് മണികണ്ഠൻ എന്നുള്ളതാണ്. എൻ്റെ മകനെയും എൻ്റെ അനുജൻ്റെ മകനെയും ഞാൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്നത് പൂർണ്ണ ദുഃഖത്തിലായിരിക്കും. അതുകൊണ്ട് ഭഗവത്ഗീത 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മാമക പാണ്ഡവാശ്ചൈവ. എൻ്റെ മകനും എൻ്റെ അനുജൻ്റെ മകനും, എൻ്റെ മകളും എൻ്റെ അനുജത്തിയുടെ മകളും. എൻ്റെ മകള് ഡോക്ടറാണ്, എൻ്റെ അനുജത്തിയുടെ മകളും ഡോക്ടറാണ്. പക്ഷെ ഇവരെ കമ്പയർ ചെയ്യരുത്. ഇതാണ് ഇവിടെ ഭഗവത്ഗീതയിൽ എന്ത് രസമായിട്ട്, എന്ത് സിമ്പിളായിട്ട് പച്ച മലയാളത്തിലാണ് കൃഷ്ണൻ പറയുന്നത്. നമുക്ക് മലയാളിക്ക് ഈസി ആയിട്ട് ഭഗവത്ഗീത പച്ച മലയാളം. കാരണം സംസ്കൃതം ഏകദേശം 60% 70% മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ മാമക പാണ്ഡവാശ്ചൈവ. അപ്പോൾ കൗരവന്മാർക്ക് 11 അക്ഷോഹിണി പടയും പാണ്ഡവന്മാർക്ക് 7 അക്ഷോഹിണി പടയേ ഉള്ളൂ. ഇവ തമ്മിലുള്ളൊരു കമ്പാരിസൺ. ഈ കമ്പാരിസൺ എവിടെയായി? ധൃതരാഷ്ട്രർക്ക് സർവനാശം. അപ്പോൾ ഭഗവാൻ ഇത്രേ പറയാനുള്ളൂ. ആരോടും ഒന്നിനോടും കമ്പയർ ചെയ്യാതെ സ്വതന്ത്രമായ ജീവിതം നയിക്കൂ. അപ്പോൾ ശ്രദ്ധിക്കണം, കമ്പാരിസൺ ഒടുവിൽ നാശമാണ്. ഇനി ഈ നാശത്തിൽ എത്തുന്നതിന് മുമ്പിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് ക്ഷീരസാഗര ശയന, എനിക്കൊട്ടും വശമില്ലാത്തൊരു ഭാഷയാണ് സംഗീതം. ഈ സംഗീതം ഞാനിപ്പോൾ ക്ഷീരസാഗര ശ്രീപത്മനാഭസ്വാമിയെ കുറിച്ചുള്ള പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ശബ്ദം നിങ്ങൾ കേട്ടതിനേക്കാൾ, നിങ്ങളുടെ മക്കളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ കേട്ടതിനേക്കാൾ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ കൂടുതൽ കേട്ടതിനേക്കാൾ യേശുദാസിൻ്റെ പാട്ട് കേട്ട ശബ്ദം കേട്ട ബ്രെയിൻ എന്നെയുമായി കമ്പയർ ചെയ്യേ തിരുമേന്നെ ഒന്നിനും കൊള്ളില്ല. ഗുരുജിയുടെ പാട്ട് ഒരു വസ്തുവിന് കൊള്ളില്ല. പരമദുഃഖത്തിലേക്ക് എത്തിച്ചേരും. ഇതുകൊണ്ടാണ് എത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ. അപര്യാപ്തം തദസ്മാകം ബലം ഭീമാഭിരക്ഷിതാം പര്യാപ്തം ത്വതമേതേഷം ഫലം ഭീമാഭിരക്ഷിതം. ഇവിടെ ഭീഷ്മ പിതാമഹർ പറഞ്ഞു അപര്യാപ്തമാണ്. ഇത് 11 അക്ഷോഹിണി പട ഉണ്ടായിട്ടും പറയുന്നു, 11 അക്ഷോഹിണി പട ഉണ്ടായിട്ടും പറയുന്നു അപര്യാപ്തം. എന്നിട്ടോ അപ്പുറത്തെ 7 അക്ഷോഹിണി പടയുള്ളൂ. പര്യാപ്തം ത്വതമേതേഷം ഫലം ഭീമാഭിരക്ഷിതം. മനസ്സിലായില്ലേ? നമുക്ക് വീട്ടിൽ BMW കാർ ഉണ്ട്, എന്നിട്ടും അപ്പുറത്തെ വീട്ടിൽ ഗോപാലൻ നായരുടെ കാർ നോക്കിയിട്ട് പറയുന്നു ഏത് അവിടെ ഒരു ടെമ്പോ വാൻ ഉണ്ട്, ആ ടെമ്പോ വാൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ BMW ഇത് ചെറുതാണ്, അത് വലുതാണ്. എൻ്റെ മകൾ MBBS പഠിക്കുന്നത്, എന്നിട്ടും അപ്പുറത്തെ കുട്ടി ഗൾഫിൽ പോയിട്ട് അറബിയുടെ വീട് ക്ലീൻ ചെയ്യുകയാണ്. എന്നിട്ടും നമുക്ക് നോട്ടം എവിടെയാണ് ഗോപാലൻ നായരുടെ മകൾ? അവൾ അങ്ങ് ഗൾഫിലാണ്, എൻ്റെ മകൾ വെറും MBBS ഉള്ളൂ. ഈ കമ്പാരിസൺ നമുക്ക് കിട്ടിയത് സംതൃപ്തിപ്പെടൂ, അതുകൊണ്ട് ഭഗവാൻ പറയുന്നു യോഗി. ആ യോഗി എന്നുള്ള കൺസെപ്റ്റിന് പോലും ഭഗവാൻ മറ്റൊരു പുതിയ മേഖല, മറ്റൊരു പുതിയ ന്യൂ ഇറ കണ്ട് അവിടെ വികസിപ്പിക്കുകയാണ്. വികസനത്തിൻ്റെ തത്വശാസ്ത്രം യോഗി എന്നാണ്. സംതൃപ്ത സതതം. കിട്ടിയ ഭാര്യയിൽ സംതൃപ്തിപ്പെടൂ, കിട്ടിയ ഭർത്താവിൽ സംതൃപ്തിപ്പെടൂ, കിട്ടിയ വീടിൽ സംതൃപ്തിപ്പെടൂ, കിട്ടിയ ജോബിൽ സംതൃപ്തിപ്പെടൂ, കിട്ടിയ ശരീരത്തെ സംതൃപ്തിപ്പെടൂ. ഇപ്പം ഇവിടെ കളറിൻ്റെ പ്രശ്നമാണല്ലോ കിട്ടിയ കളറിൽ സംതൃപ്തിപ്പെടൂ. ആരാണോ ഏതിലാണോ സംതൃപ്തി അവനാണ് യോഗി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇനി ഭഗവാൻ
ഇതിന് ഈ പ്രശ്നങ്ങൾ ഇത്രയാന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനൊരു സൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ്. എന്താ ഭഗവാന്റെ സൊല്യൂഷൻ? തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധ്യജ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയാഹ. ഭഗവാൻ ഇത്രയേ വേണ്ടു. നിങ്ങളെ 1/2 ലിറ്റർ പാൽപ്പായസവും 2 ഉണ്ണിയപ്പവും ഒരർച്ചനയും കുന്തവും കുടച്ചക്രവും ഒക്കെ അതൊക്കെ നിങ്ങൾ ആയിക്കോ, എല്ലാം ചെയ്തോളൂ, എല്ലാ വഴിപാടുകളും ചെയ്തോളൂ. പക്ഷെ ഭഗവാൻ റിട്ടനായിട്ട് ഭഗവത്ഗീതയിലൂടെ പറയുന്നു, മയ്യർപ്പിത മനോബുദ്ധി, നിന്റെ ബുദ്ധിയും മനസ്സും ഭഗവാനിൽ അർപ്പിക്കൂ. എന്തിനാണത്? എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. നമ്മുടെ കൂട്ടുകാരിയെ നമ്മൾ വിളിക്കുമ്പോൾ എത്ര വിളിച്ചു കഴിഞ്ഞാൽ അവളെ കിട്ടില്ല. എന്താണ്? ഇതുപോലെ 16,000 കൂട്ടുകാരന്മാരുണ്ടാവും, എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതം ഈ കൂട്ടുകാരിലേക്കോ എൻഗേജ്ഡ് ആകുന്നത് പോലെ ഭഗവാനിലോട്ട് എൻഗേജ്ഡ് ആകണം. അതാണ് മയ്യർപ്പിത മനോബുദ്ധി. അപ്പോഴോ ബുദ്ധി എപ്പോഴും എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. ജീവിതത്തെ ഫേസ് ചെയ്യാൻ സാധിക്കും. ഏതുപോലെ? റെയിൽവേ ട്രാക്കിലെ കരിങ്കൽ ചീളുകളെ പോലെ ടൺ 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 കണക്കിനാണ് വെയിറ്റ് റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിനിൻ്റെ ലോഡ് കടന്നു പോകുന്നത്. അതിനൊരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? ഒരു കോൺക്രീറ്റും ലോകത്ത് ഒരു റെയിൽവേ ട്രാക്കും ഇല്ല. ലോകത്തെ എല്ലാ റെയിൽവേ ട്രാക്കും കരിങ്കൽ ചീളുകളായിരിക്കും. ആ ഷാർപ്പ് എഡ്ജുകൾ തമ്മിലുള്ള ഒരു പരസ്പരം കോഓപ്പറേഷനും കോഓർഡിനേഷനും ആ പരസ്പരമുള്ള വെയിറ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനുമാണ് ആ റെയിൽവേ ട്രാക്കിനെ നിലനിർത്തുന്നത്. അതുപോലെ നമ്മുടെ ബുദ്ധിയെ ഷാർപ്പ് ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നു മയ്യർപ്പിത മനോബുദ്ധി. അപ്പോൾ എല്ലാവരും അവനവനെ ഇഷ്ടപ്പെടണം, അവനവനെ സ്നേഹിക്കണം. അവനവനെ ഇഷ്ടപ്പെടുന്നവനെ എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുക. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ബ്രെയിൻ വളർന്നു വരുമ്പോൾ സമം പശ്യൻ ഹി സർവത്ര സമാവസ്ഥിതമീശ്വരം. സമം പശ്യൻ ഹി സർവത്ര, എല്ലാം എനിക്ക് തുല്യമായി കാണണം, എല്ലാം ജഗദീശ്വരനാകാൻ സമാവസ്ഥിതമീശ്വരം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമബുദ്ധിയിൽ നിലനിൽക്കുന്ന ബോധസ്വരൂപനാണ് ജഗദീശ്വരൻ എന്ന് തിരിച്ചറിയുമ്പോൾ ആ പരമേശ്വരനാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ ആരോട് ഉപമിക്കാനാണ്? ഈശ്വരൻ പിന്നെ ഈശ്വരനോട് ഉപമിക്കാൻ മറ്റൊരു ഈശ്വരൻ ഇല്ലല്ലോ. അതുകൊണ്ട് അവനവൻ്റെ ജീവിതം സുഗന്ധവത് ലോകഹിതം ചരന്തി, ലോകത്തിന് മുഴുവൻ സുഗന്ധം പരത്തുന്ന ഒരു സംഗീതമാക്കി മാറ്റാൻ ആഗ്രഹിക്കാത്തവരില്ല. അതിന് അടിമുടി നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം വരുത്താൻ ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നൊരു ഭർത്താവായി മാറണം, ഭർത്താവിനെ സ്നേഹിക്കുന്നൊരു ഭാര്യയായി മാറണം, അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന മക്കളായി മാറണം, മക്കളെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മമാരുമായിരിക്കണം, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളായി മാറണം, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല പൗരനായി ജീവിക്കാനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം, ഞാൻ പഠിക്കുന്നു, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നു. എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം. അതിന് ഈ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലെ ഒരു നല്ല സബ്ജക്റ്റുമായി ഞാൻ തുടർന്ന് നിങ്ങളോട് വരാം. നിങ്ങളോടുള്ള സംവാദത്തിൽ വളരെയധികം സംതൃപ്തിയും സന്തോഷവും കൊണ്ട് അതിന് തുടർന്ന് കേൾക്കാനും തുടർന്ന് പറയാനും നിങ്ങൾക്കും എനിക്കും ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ അനുഗ്രഹിച്ചിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമീ ശരണമയ്യപ്പ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.